ഫലസ്തീൻ എന്തുകൊണ്ടാണ് അസ്ഥിരമായത്? അവിടേക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളോടുകൂടി ഒരു ജൂതരാഷ്ട്രം സ്ഥാപിച്ചതുകൊണ്ടും അവിടേക്ക് അധിനിവേശം ചെയ്തതുകൊണ്ടാണ്. അധിനിവേശം നിരന്തരമായി നടക്കുന്നത് കൊണ്ടാണ് ഫലസ്തീൻ അസ്ഥിരമാകുന്നത്. എന്ന് ഇസ്രായേൽ അധിനിവേശം നിർത്തുന്നുവോ, ഫലസ്തീനികൾക്ക് അവരുടെ രാജ്യം വിട്ടു നൽകുന്നുവോ, ആ പ്രശ്നം അവിടെ അവസാനിക്കും. അങ്ങനെ അധിനിവേശം നടത്തുന്നു. അധിനിവേശം നടത്തുമ്പോൾ അതിനോട് റെസിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുമ്പോൾ കണ്ടോ ഇവർ മൊത്തത്തിൽ പ്രശ്നക്കാരാണ്, ഇവർ ഗാസയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, വെസ്റ്റ് ബാങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, എല്ലാവരുടെയും പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ ഈ പറയുന്ന ആളുകളുടെ മനസ്സിൽ എന്താണ്? നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ വീടിന്നൊക്കെ ഞങ്ങളെ ആട്ടിവിടുന്നു, ഞങ്ങളുടെ നാട് കയ്യേറുന്നു, അപ്പൊ ഇവരിങ്ങനെ നോക്കി നിൽക്കണം എന്നാണോ, ഒന്നും ചെയ്യാതിരിക്കണം എന്നാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറയോ? അല്ലെ, എന്തെങ്കിലും ചെയ്താൽ അത് ഇസ്ലാമിന്റെ പ്രശ്നമാവും. എന്ത് ചെയ്താലും അത് ഇസ്ലാമിന്റെ പ്രശ്നമാവും. കോംപ്ലക്സ് ആയിട്ടുള്ള റീസൺസ് ഉള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കേവലമായ ഒരു മുസ്ലിം വിരുദ്ധമായ ഒരു കണ്ണിലൂടെ മാത്രം കണ്ടുകൊണ്ട് അതാണ് എല്ലാത്തിന്റെയും പ്രശ്നം എന്ന് അനലൈസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം.